മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട വിമാന ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം. അതിനിടയിൽ ഒരു വിചിത്രമായ അവകാശവാദവുമായി ഒരു ജ്യോതിഷി എത്തിയിരിക്കുന്നു. അപകടം താൻ മുൻകൂട്ടി പ്രവചിച്ചുവെന്നാണ് ജ്യോതിഷിയായ പ്രശാന്ത് കിനിയുടെ അവകാശവാദം. 2025 നവംബർ 8-നാണ് അവകാശവാദത്തിന് ആധാരമായ പോസ്റ്റ് പ്രശാന്ത് കിനി എക്സിൽ പങ്കുവച്ചത്. 2025 ഡിസംബറിനും 2026 ഫെബ്രുവരിക്കും ഇടയിൽ മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ആയി പ്രവർത്തിക്കുന്ന ഒരാൾ കൊല്ലപ്പെട്ടേക്കുമെന്നാണ് പ്രശാന്ത് കിനിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത്. ജ്യോതിഷിയുടെ അവകാശവാദത്തെ പരിഹസിച്ച് നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ തൻ്റെ തട്ടകമായ ബാരാമതിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. മുംബൈയിൽ നിന്ന് ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് ചെറുവിമാനം പറന്നുയർന്നത്. ബാരാമതി വിമാനത്താവളത്തിൽ ഇറക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു വിമാനം തകർന്നു വീണത്. ഡൽഹി ആസ്ഥാനമായ VSR വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രൈവറ്റ് ബിസിനസ് ക്ലാസ് ജെറ്റ് വിമാനമാണ് തകർന്നു വീണത്. ലാൻഡ് ചെയ്യുന്ന സമയത്ത് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തകർന്നു വീണു. പിന്നാലെ വിമാനം രണ്ടായി പിളരുകയായിരുന്നു. വിമാനം പൂർണ്ണമായും കത്തിയമർന്നു. സംഭവത്തിൽ മഹാരാഷ്ട്ര പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാനാപകടത്തിന്റെ കാരണമെന്താണെന്ന് കണ്ടെത്താൻ DGCAയും അന്വേഷണം ആരംഭിച്ചു. രണ്ടാം തവണയും ലാൻഡിംഗ് നടത്താനുള്ള ശ്രമത്തിലാണ് വിമാനം തകർന്നു വീണ് പൊട്ടിത്തെറിച്ചത്. സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം. ശരത് പവാറിന്റെ അന്ത്യകർമ്മങ്ങൾ ബാരാമതിയിൽ നടക്കുമെന്ന് സഹോദരൻ ശ്രീനിവാസ് പവാർ അറിയിച്ചു. വ്യാഴാഴ്ചയായിരിക്കും അന്ത്യകർമ്മങ്ങൾ നടക്കുക. അജിത് പവാറിനൊപ്പം വിമാനത്തിൽ ഉണ്ടായിരുന്ന 4 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. അജിത് പവാറും സുരക്ഷാ ഉദ്യോഗസ്ഥനും സഹായിയും പൈലറ്റും ജീവനക്കാരനുമാണ് മരിച്ചത്. വിമാനം ലാൻഡിങ്ങിന് വേണ്ടി റൺവേ ലക്ഷ്യമാക്കി നീങ്ങുന്നതിനിടെ ഏകദേശം 100 അടി മുകളിൽ നിന്നുമാണ് താഴേക്ക് പതിച്ചതെന്നാണ് അപകടം നേരിൽ കണ്ടയാൾ പറയുന്നത്. വിമാനം താഴേക്ക് ഇറങ്ങുന്ന രീതി കണ്ടപ്പോൾ അസ്വാഭാവികത തോന്നി. തൊട്ടു പിന്നാലെ നിലത്തേക്ക് പതിച്ചു. തകർന്നു വീണ ഉടൻ തന്നെ വിമാനം വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും വലിയൊരു അഗ്നിഗോളമായി മാറുകയും ചെയ്തുവെന്നും ദൃക്സാക്ഷി NDTVയോട് പറഞ്ഞു.